ഹായ് ലേണേഴ്സ്, ഏവർക്കും നമസ്കാരം. ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. കേട്ടറ്റ് കാറ്റഗറി 2, 3 മലയാള വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കാറ്റഗറി 2-ലും 3-ലും ഒരുപോലെ വരുന്ന ഒരു ചോദ്യ വിഭാഗമാണ് വ്യാകരണം എന്നുള്ളത്. സിലബസിൽ കൃത്യമായിട്ട് വ്യാകരണം എന്നുള്ള ടോപ്പിക് കൊടുത്തിട്ടുമുണ്ട്. പലർക്കും വ്യാകരണത്തിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളെല്ലാം ചിലപ്പോഴെങ്കിലും ഒരു കീറാമുട്ടിയാകാറുണ്ട്. അപ്പൊ വ്യാകരണം എന്നുള്ള വിഷയം കേട്ടറ്റിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എളുപ്പമാക്കി തരാൻ ഐപ്ലസ് ടീം ഒരു സീരീസ് ഓഫ് ക്ലാസ്സുകളുമായിട്ട് എത്തുകയാണ്. അതിലെ ആദ്യത്തെ പാട്ടാണ് ഇന്നത്തെ ക്ലാസ്. അപ്പൊ വ്യാകരണം എന്നുള്ള ഒരു ടോപ്പിക് പഠിക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ ഇങ്ങനെ കണക്ക് ചെയ്ത് പഠിക്കുക, നമ്മുടെ കയ്യിൽ ഒരു ബുക്കും പെന്നും ഉണ്ടായിരിക്കും അല്ലെ. അതുപോലെ തന്നെ പുസ്തകവും പേനയും എടുത്ത് കൃത്യമായി നോട്ട് എഴുതി വെച്ച് ഓരോ സന്ധി ആണെങ്കിലും സമാസമാണെങ്കിലും വിഭക്തി ആണെങ്കിലും അത് എഴുതി നോക്കി പഠിക്കേണ്ടതാണ് എന്നുള്ള ഒരു കാര്യം മുൻകൂറായിട്ട് ഞാൻ പറഞ്ഞിടുകയാണ്. വ്യാകരണവുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയതും ഒരുവിധം വിദ്യാർത്ഥികളെയൊക്കെ കുഴക്കുന്നതുമായിട്ടുള്ള ഒന്നാണ് സന്ധി എന്ന് പറയുന്നത്. അപ്പോൾ വ്യാകരണവുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സന്ധി എന്നുള്ളത്. അപ്പൊ കേട്ടറ്റ് പരീക്ഷയ്ക്ക് മാത്രമല്ല, കുറച്ചും കൂടി ഡീപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നെറ്റ് സെറ്റ് തുടങ്ങിയ പരീക്ഷകൾക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ജനറൽ PSC എക്സാമുകൾക്കും എല്ലാം തന്നെ സന്ധി എന്ന വിഭാഗത്തിൽ നിന്ന് സാധാരണയായിട്ട് ചോദ്യം ചോദിച്ച് കാണാറുണ്ട്. അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് സന്ധിയുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ മുൻകാല ചോദ്യപേപ്പറുകളിലെ ചോദ്യങ്ങളിലൂടെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ സന്ധി എന്നുള്ള ടോപ്പിക് എക്സാം ഓറിയന്റഡ് ആയിട്ട് കേട്ടറ്റ് കാറ്റഗറി 2, 3 പരീക്ഷകളിലെ മലയാളവുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഏതൊരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുമ്പോഴും ഏതൊരു പരീക്ഷയ്ക്ക് വേണ്ടി ആകട്ടെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് മുൻകാല ചോദ്യപേപ്പറുകളിലെ ഈ വിഷയവുമായി ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് ചോദ്യം വന്നിട്ടുള്ളത് എന്നതിനെ പറ്റി നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. അപ്പൊ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കേട്ടറ്റ് കാറ്റഗറി 2, 3 ലെവലിലുള്ള മലയാളം ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ നമുക്കറിയാം സന്ധിയുമായി ബന്ധപ്പെട്ടിട്ട് ഈ പദത്തിന്റെ സന്ധി ഏത്, അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ ആഗമസന്ധി ഏത്, അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് സാധാരണയായിട്ട് വരാറുള്ളത്. പക്ഷെ നെറ്റ് സെറ്റ് മുതലായ പരീക്ഷകളിലാണെങ്കിലോ കുറച്ചും കൂടി ഡീപ്പായിട്ട് സന്ധി നിയമങ്ങളിലേക്കൊക്കെ കടന്നുകൊണ്ടുള്ള ഒരു പഠനം നമുക്ക് ആവശ്യമാണ്. പക്ഷെ കേട്ടറ്റിനെ സംബന്ധിച്ച് അതൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പൊ സന്ധിയുമായി ബന്ധപ്പെട്ടിട്ട് മുൻകാല ചോദ്യപേപ്പറുകളിൽ ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചോദ്യം വരുന്നത് എന്നതിനെ പറ്റി നിങ്ങൾക്ക് ഒരു ധാരണ തുടക്കത്തിലേക്ക് കിട്ടിയിട്ടുണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ നമ്മൾ ഒരു ചോദ്യം ഉൾപ്പെടുത്തുന്നത്. ചോദ്യം നോക്കൂ. കണ്ണീർ സന്ധി ഏത്? ലോപസന്ധി, ആഗമസന്ധി, ദ്വിത്വസന്ധി, ആദേശസന്ധി. അപ്പൊ കണ്ണീർ എന്നുള്ളത് ഏത് സന്ധി രൂപമാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്ബുക്കിന്റെ സൈഡിലെ ആൻസർ A ആണോ, B ആണോ, C ആണോ, D ആണോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് എഴുതി വെക്കണം. നമ്മൾ കണക്ക് പഠിക്കാൻ എങ്ങനെയാണ് ഇരിക്കുക? വായിച്ചു പഠിക്കലല്ലോ ചെയ്യുക. നോട്ടും പെന്നും എടുത്തിട്ട് എഴുതി പഠിക്കല്ലേ നമ്മൾ ചെയ്യുക. സന്ധി ശരിക്കും അങ്ങനെ പേനയും പെൻസിലും പുസ്തകമൊക്കെ എടുത്തിട്ട് ചെയ്ത് പഠിക്കേണ്ടത് ഒന്ന് തന്നെയാണ്. അത്തരത്തിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് അതിന്റെ കറക്റ്റ് ട്രിക്ക് നമ്മുടെ മൈൻഡിൽ പതിയുന്നത്. വെറുതെ വായിച്ചു പോയാലൊന്നും സന്ധി നമുക്ക് പഠിക്കാനായിട്ട് പറ്റില്ല. എളുപ്പത്തിലെ നമുക്ക് സന്ധിയിൽ ശരിയായ ഉത്തരം വേഗത്തിൽ നമുക്ക് കണ്ടെത്തണമെങ്കിൽ പേനയും പെൻസിലും എടുത്ത ഒരു ബുക്കിൽ നമ്മൾ റഫായിട്ട് ഒന്ന് എഴുതി നോക്കുക തന്നെ വേണം. അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിയുന്നത് വരെ നിങ്ങളുടെ കയ്യിൽ ഒരു പേനയും പേപ്പറും നിർബന്ധമായിട്ട് വേണം. എന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്തും നിങ്ങൾ അത് ചെയ്തു നോക്കണം. എങ്ങനെയാണ് ഇവിടെ സന്ധി വരുന്നത് എന്നുള്ളത് ചെയ്തു നോക്കണം. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരവും ഇന്നത്തെ ക്ലാസ്സിലൂടെ തന്നെ നമുക്ക് പഠിക്കാം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സന്ധി. അപ്പൊ എന്താണ് സന്ധി എന്നാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ സന്ധി ചേർന്നു. നമ്മൾ പത്രങ്ങളിലൂടെയൊക്കെ കേട്ടിട്ടുള്ള ഒരു വാക്യമാണ് അല്ലെ. അപ്പൊ എന്താണ് സന്ധി? അവര് ഒരുമിച്ചു, അവര് ചേർന്നു എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. ഇതേ അർത്ഥം തന്നെയാണ് വ്യാകരണത്തിലും വരുന്നത്. വർണ്ണങ്ങൾ തമ്മിലുള്ള ചേർച്ചയെയാണ് വ്യാകരണത്തിൽ സന്ധി എന്ന് വിളിക്കുന്നത്. രണ്ട് വാക്കുകളല്ല കൂടിച്ചേരുന്നത്, രണ്ട് വർണ്ണങ്ങളാണ് കൂടിച്ചേരുന്നത്. സന്ധി എന്നാൽ ചേർച്ച എന്നർത്ഥം. ഉച്ചാരണ സൗകര്യമാണ് പ്രധാനം. അപ്പൊ ഉച്ചാരണം ശരിയായിട്ടും സുഖകരമായിട്ടും ഉച്ചരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് വർണ്ണങ്ങളെ തമ്മിൽ ചേർക്കുന്നത്.
അപ്പൊ എന്താണ്? വർണ്ണയോഗമാണ് സന്ധി. പദയോഗമല്ല കേട്ടോ, വർണ്ണയോഗമാണ് സന്ധി. അതായത് അപ്പൊ എന്താണ് വർണ്ണം എന്ന് നമുക്ക് മനസ്സിലാക്കാണ്ട് വർണ്ണയോഗമാണ് സന്ധി എന്ന് മാത്രം പഠിച്ചു വെച്ചിട്ട് കാര്യമുണ്ട്. എന്താണ് വർണ്ണം എന്ന് മനസ്സിലാക്കണം അല്ലേ? ഭാഷയിലെ ഏറ്റവും അടിസ്ഥാന യൂണിറ്റുകളാണ് വർണ്ണങ്ങൾ. വർണ്ണങ്ങൾ കൂടി ചേർന്ന് എന്തുണ്ടാകുന്നു? അക്ഷരങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ അടുത്തൊരു സ്ലൈഡ് നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് എന്താണെന്ന് കൂടുതലായിട്ട് മനസ്സിലാകും. അപ്പൊ വർണ്ണയോഗമാണ് സന്ധി എന്ന് മനസ്സിലാക്കുക. ഭാഷയിലെ ഏറ്റവും ചെറിയ യൂണിറ്റുകളാണ് അല്ലെങ്കിൽ ഏറ്റവും ബേസിക് യൂണിറ്റുകളാണ് വർണ്ണങ്ങൾ എന്ന് പറയുന്നത്. ഈ വർണ്ണങ്ങൾ കൂടി ചേർന്നാണ് അക്ഷരങ്ങൾ ഉണ്ടാകുന്നത്. അക്ഷരങ്ങൾ കൂടി ചേർന്നാണ് പദങ്ങൾ ഉണ്ടാകുന്നത്. നമുക്ക് നോക്കാം എന്താണ് വർണ്ണങ്ങൾ എന്ന്. വർണ്ണങ്ങൾ നോക്കൂ, എന്താണ് വർണ്ണങ്ങൾ? ഭാഷയിലെ ഏറ്റവും ചെറിയ യൂണിറ്റുകളാണ് വർണ്ണങ്ങൾ എന്ന് പറഞ്ഞു അല്ലെ. ക്, പ്, മ്, വ്, ല്, ത്, ച് തുടങ്ങിയ രൂപങ്ങളെല്ലാം തന്നെ വർണ്ണങ്ങളാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ക എന്ന വർണ്ണത്തോടൊപ്പം ആ എന്ന സ്വരം ചേരുമ്പോഴാണ് ഖ എന്ന അക്ഷരം ഉണ്ടാകുന്നത്. സ്ക്രീനിൽ കാണാം അല്ലെ. ക അധികം ആ സമം ക. അതുപോലെ തന്നെ പ എന്ന വർണ്ണത്തോടൊപ്പം ആ എന്ന സ്വരം ചേരുമ്പോൾ ഏതക്ഷരം ഉണ്ടാകുന്നു? പ എന്ന അക്ഷരം ഉണ്ടാകുന്നു. ങ് എന്ന വർണ്ണവും ക എന്ന വർണ്ണവും ആ എന്ന സ്വരവും കൂടി ചേരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ങ്ക, പങ്ക, ചങ്ക്. അപ്പൊ ങ്ക എന്നുള്ള അക്ഷരം എങ്ങനെയാണ് വന്നത്? ങും ക അധികം ആ കൂടി ചേരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഘ കിട്ടുന്നു. അടുത്തത് ഭ, പമ്പരം, പാമ്പ്. എങ്ങനെയാണ് ഭ എന്നുള്ള അക്ഷരം വരുന്നത്? മ എന്ന വർണ്ണവും പ എന്ന വർണ്ണവും ആ എന്ന സ്വരവും കൂടി ചേരുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഭ എന്ന അക്ഷരം കിട്ടുന്നു. അപ്പൊ ഭാഷയിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റുകളാണ് വർണ്ണങ്ങൾ എന്ന് പറഞ്ഞു. ഈ വർണ്ണങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? സന്ധി ഉണ്ടാകുന്നത്. അടുത്തതായിട്ട് സന്ധികളുടെ വർഗീകരണത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. 3 വിധത്തിലെ ഈ വർഗീകരണം നടക്കുന്നുണ്ട്. ഒന്ന്, സ്ഥാനഭേദം അനുസരിച്ചിട്ട്. എവിടെയാണോ സന്ധി നടക്കുന്നത്, പദത്തിന്റെ തുടക്കത്തിലാണോ അവസാനത്തിലാണോ അല്ലെങ്കിൽ തുടക്കത്തിലും അവസാനത്തിലും നടക്കുന്നുണ്ടോ എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് പദമധ്യസന്ധി, പദാന്ത സന്ധി, ഉഭയസന്ധി എന്ന് നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കും. ഇനി സ്വരവ്യഞ്ജന ഭേദം അനുസരിച്ച് സ്വരങ്ങൾ തമ്മിലാണോ സന്ധി നടക്കുന്നത് അല്ല വ്യഞ്ജനങ്ങൾ തമ്മിലാണോ സന്ധി നടക്കുന്നത്, അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്താക്കി തിരിക്കാനായിട്ട് സാധിക്കും? സന്ധികളെ 4 ആക്കി തിരിക്കാനായിട്ട് സാധിക്കും. സ്വരവ്യഞ്ജന സന്ധി, സ്വരസന്ധി, സ്വരവ്യഞ്ജന സന്ധി, വ്യഞ്ജന സ്വരസന്ധി, വ്യഞ്ജന സന്ധി എന്നിങ്ങനെ 4 ആക്കി തിരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ സ്ഥാനഭേദം അനുസരിച്ചും സ്വരവ്യഞ്ജന ഭേദം അനുസരിച്ചും സന്ധികളെ എപ്രകാരം വർഗീകരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ നോക്കി. അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, വർണ്ണത്തിനുണ്ടാകുന്ന മാറ്റത്തെ അടിസ്ഥാനമാക്കി. അതായത് വർണ്ണങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ചേർച്ചയെയാണ് നമ്മൾ സന്ധി എന്ന് പറയുന്നത്. അത്തരത്തിൽ ഓരോ വർണ്ണത്തിനും എന്ത് മാറ്റം സംഭവിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി 4 ആക്കി തിരിക്കുന്നു. ലോപസന്ധി, ആഗമസന്ധി, ദ്വിത്വസന്ധി, ആദേശസന്ധി. വർണ്ണത്തിനുണ്ടാകുന്ന മാറ്റത്തെ അടിസ്ഥാനമാക്കി സന്ധികളെ എത്രയാക്കി തിരിക്കുന്നു എന്നാണ് നമ്മൾ പഠിച്ചത്? 4 ആക്കി തിരിക്കുന്നു. ഏതൊക്കെയാണവ? ലോപസന്ധി, ആഗമസന്ധി, ദ്വിത്വസന്ധി, ആദേശസന്ധി. ഇനി ഇവ ഓരോന്നും എന്താണ് എന്ന് നമുക്ക് നോക്കാം. സന്ധികളുടെ വർഗീകരണത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞു അല്ലെ, ചേരുന്ന വർണ്ണങ്ങളുടെ സ്ഥാനഭേദം അനുസരിച്ച് സന്ധിക്ക് പല വിഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണവ? പദമധ്യസന്ധി, പദാന്തസന്ധി, ഉഭയസന്ധി. പദമധ്യസന്ധി പ്രകൃതിയും പ്രത്യയവും ചേരുന്നതാണ് ഒരു പദം എന്ന് പറയുന്നത്. അപ്പൊ പ്രകൃതിയുടെയും പ്രത്യയത്തിന്റെയും ചേർച്ചയാണ് എന്ത് കുറിക്കുന്നത്? പദമധ്യസന്ധി എന്ന് പറയുന്നത്. മറ്റൊരു വിധത്തിലും കൂടി നമുക്ക് പറയാനായിട്ട് സാധിക്കും, ഒരു സന്ധി നടക്കുമ്പോൾ അതിന്റെ നടുക്ക്, 2 പദങ്ങളുടെ നടുക്കാണ് സന്ധി സംഭവിക്കുന്നത് എങ്കിലും അതെന്താണ്? പദമധ്യസന്ധിയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒരു ഉദാഹരണം നോക്കിയേ. മരം അധികം ഇൽ, മരത്തിൽ. മരം അധികം ഇൽ, ഈ പ്ലസ് എന്നതിനെയാണ് കേട്ടോ അധികം എന്ന് പറയുന്നത്. മരം അധികം ഇൽ എന്താകുന്നു പദം? മരത്തിൽ. തേർ പ്ലസ് തടം, തേർത്തടം. അപ്പൊ ഈ പദങ്ങളുടെ എല്ലാം നടുക്കാണ് സന്ധി സംഭവിച്ചിരിക്കുന്നത്, മധ്യത്തിലാണ് സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രകൃതിയും പ്രത്യയവും ഇവിടെ കൂടിച്ചേരുന്നുണ്ട്. അപ്പൊ എന്താണ് പദമധ്യസന്ധി എന്ന് എല്ലാവർക്കും കിട്ടിയില്ലേ? അടുത്ത സന്ധി രൂപം നോക്കൂ. ഒരു പദത്തിന്റെ അന്ത്യത്തിൽ ഉണ്ടാകുന്നതാണ് പദാന്ത സന്ധി.
അതായത് സന്ധി സംഭവിക്കുന്നത് ഒരു പദത്തിന്റെ ഏറ്റവും അവസാനത്തിലാണ് എങ്കിൽ ആ സന്ധി രൂപത്തെ നമുക്ക് എന്ത് വിളിക്കാം? പദാന്ത സന്ധി എന്ന് വിളിക്കാം. ധനം അധികം എ, ധനത്തെ. പൊൽ അധികം പൂ, പൊൽപ്പൂ. ഇവിടെ എവിടെയാണ് സന്ധി വന്നിരിക്കുന്നത്? ഒരു പദത്തിന്റെ അവസാനത്തിലാണ് അല്ലെ? അത്തരത്തിലെ ഒരു പദത്തിന്റെ അന്ത്യത്തിൽ ഉണ്ടാകുന്ന സന്ധിയെ നമുക്ക് എന്ത് വിളിക്കാം? പദാന്ത സന്ധി എന്ന് വിളിക്കാം. അടുത്ത ഉദാഹരണം നോക്കൂ, ഉഭയസന്ധി. എന്താണ് ഉഭയസന്ധി എന്ന് പറയുന്നത്? ഉഭയജീവികളെ കുറിച്ചിട്ട് നമ്മൾ ബയോളജി പഠിച്ചപ്പോൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്താ ഉഭയജീവികള്? വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവികളാണ് ഉഭയജീവികൾ എന്ന് നമുക്കറിയാം. അപ്പൊ ആ ഒരു ആശയം തന്നെ നമുക്ക് എന്താക്കാം? ഒരു കോഡാക്കിയിട്ട് പഠിച്ചു വെക്കാം. രണ്ടിടത്തും നടക്കുന്നത്. ഏത് രണ്ടിടത്തും? പദത്തിന്റെ ആദിയിലും അവസാനത്തിലും ഒരുപോലെ സന്ധി വരുന്നുണ്ടെങ്കിൽ ആ സന്ധി രൂപത്തെ നമുക്ക് എന്ത് വിളിക്കാം? ഉഭയസന്ധി എന്ന് വിളിക്കാം. പദമധ്യത്തിലും പദാന്തത്തിലും സന്ധി വരുന്നതാണ് ഏത് സന്ധി രൂപം? ഉഭയസന്ധി രൂപം. ഉദാഹരണം നോക്കാട്ടാ. ഇട അധികം ഇൽ അധികം വീണു. എന്താവും പദം? ഇടയിൽ വീണു. ഓല അധികം കുട അധികം ഉടേ. എന്തുവരും? ഓലക്കുടയുടെ. പദത്തിന്റെ തുടക്കത്തിലും സന്ധി വരുന്നുണ്ട്, അവസാനത്തിലും സന്ധി വരുന്നുണ്ട്. അപ്പൊ ഈ സന്ധി വിഭാഗങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം? ഉഭയസന്ധി എന്ന് വിളിക്കാം. സന്ധികളുടെ വർഗീകരണമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്ഥാനഭേദം അനുസരിച്ചിട്ട് എത്രയാക്കി തിരിച്ചു? മൂന്നാക്കി തിരിക്കുന്നു. പദമധ്യ സന്ധി, പദാന്ത സന്ധി, ഉഭയസന്ധി എന്നിങ്ങനെ നമ്മൾ മൂന്നാക്കി തിരിച്ചു. അടുത്ത വർഗീകരണം ഏതാണ്? ചേരുന്ന വർണ്ണങ്ങളുടെ സ്വരവ്യഞ്ജന ഭേദമനുസരിച്ച് സന്ധിക്ക് പല വിഭാഗങ്ങളുണ്ട്. അതായത് രണ്ട് വർണ്ണങ്ങൾ കൂടിച്ചേരുന്നതിനെ നമ്മൾ സന്ധി എന്ന് വിളിക്കുന്നു. ചേരുന്ന വർണ്ണങ്ങൾ സ്വരമാണോ വ്യഞ്ജനമാണോ എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് നാലാക്കി തിരിക്കാം. ഏതൊക്കെയാണവ? സ്വരസന്ധിയും വ്യഞ്ജനസന്ധിയും, സ്വരവ്യഞ്ജന സന്ധിയും വ്യഞ്ജന സ്വരസന്ധിയും. ഓരോന്നും എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. നമുക്ക് തന്നിരിക്കുന്ന പേരെന്താണ് എന്ന് നോക്കിയാൽ തന്നെ അതിന്റെ ആശയം എന്താണെന്ന് നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ പറഞ്ഞു ചേരുന്നത് രണ്ട് വർണ്ണങ്ങൾ തമ്മിലുള്ള ചേർച്ചയാണ് സന്ധി എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? ചേരുന്ന രണ്ട് വർണ്ണങ്ങളും സ്വരമാണ് എങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? സ്വരസന്ധി എന്ന് വിളിക്കാം. അതായത് സ്വരവും സ്വരവും ചേരുന്നതാണ് സ്വരസന്ധി. തിരു പ്ലസ് ഓണം. തിരു ഉ ആണ് അല്ലെ? ഉ അധികം ഓയാണ്. അപ്പൊ അവിടെ രണ്ട് സ്വരങ്ങൾ തമ്മിൽ ചേർച്ച വരുന്നു. അപ്പൊ വാക്ക് എന്താകുന്നു? തിരുവോണം എന്നാകുന്നു. ഓടി അധികം ഇല്ല. ഓടി ഈകാരമാണ് അല്ലെ? പിന്നെ അടുത്തത് ഏതാണ്? ഇല്ല, ഈ ആണ്. അപ്പൊ രണ്ട് സ്വരമാണ് അല്ലെ? ഓടി അധികം ഇല്ല, ഓടിയില്ല. അപ്പൊ ഇതെന്തിന് ഉദാഹരണമാണ്? സ്വരസന്ധിക്ക് ഉദാഹരണമാണ്. അടുത്തത് സ്വരവ്യഞ്ജന സന്ധി. എളുപ്പമാണ് അല്ലെ? സ്വരവും വ്യഞ്ജനവും തമ്മിൽ ചേരുന്നതാണ് എന്ത്? സ്വരവ്യഞ്ജന സന്ധി. നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ അക്ഷരങ്ങളല്ല ട്ടോ നോക്കുന്നത്, അവയുടെ വർണ്ണങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. കുട. അപ്പൊ ഢ എന്നുള്ള സ്വരം നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ഢ അധികം ആയാണ്. അപ്പൊ അവിടെ ഒരു ആ ഉണ്ട് അല്ലെ? പിന്നെ അധികം വടി. വടി എന്നത് എങ്ങനെയാണ് ചേരുന്നത്? വ് അധികം ആയാണ്. അപ്പൊ ആയും വും കൂടി ചേരുമ്പോൾ, അതായത് ഒരു സ്വരവും വ്യഞ്ജനവും തമ്മിൽ ചേരുമ്പോൾ അതെന്താകുന്നു? സ്വരവ്യഞ്ജന സന്ധിയാകുന്നു. മടി അധികം ശീല, മടിശീല. അടുത്ത ഉദാഹരണം നോക്കൂ. വ്യഞ്ജന സ്വരസന്ധി. സിമ്പിൾ ആണ് അല്ലെ? ആദ്യം വ്യഞ്ജനവും പിന്നെ സ്വരവും. വ്യഞ്ജനവും സ്വരവും തമ്മിൽ ചേരുന്നതാണ് വ്യഞ്ജന സ്വരസന്ധി. ഉദാഹരണം പെൺ അധികം ഇല്ല, പെണ്ണില്ല. മൺ അധികം ഉണ്ട്, മണ്ണുണ്ട്. വ്യഞ്ജനവും സ്വരവും തമ്മിൽ ചേരുന്നു. വ്യഞ്ജനാണല്ലേ? ഈ സ്വരമാണല്ലേ? അപ്പൊ വ്യഞ്ജനവും സ്വരവും തമ്മിൽ സന്ധി ചേർന്നാൽ അതിനെ എന്ത് വിളിക്കാം? വ്യഞ്ജന സ്വരസന്ധി എന്ന് വിളിക്കാം. അടുത്തത് നോക്കൂ, വ്യഞ്ജന സന്ധി. അപ്പൊ സ്വരസന്ധി എന്താണെന്നാണ് പറഞ്ഞത്? സ്വരവും സ്വരവും തമ്മിൽ ചേരുന്ന സന്ധിയാണ് സ്വരസന്ധി എങ്കിൽ വ്യഞ്ജനസന്ധി എന്തായിരിക്കും? വ്യഞ്ജനവും വ്യഞ്ജനവും തമ്മിൽ ചേരുമ്പോഴാണ് വ്യഞ്ജനസന്ധി ഉണ്ടാകുന്നത്. നെൻ അധികം മണി, നെന്മണി. കൽ അധികം മധം, കന്മധം. എന്തായി മാറുന്നു? വ്യഞ്ജന സ്വരസന്ധിക്ക് ഉദാഹരണമായി മാറുന്നു. സന്ധികളുടെ വർഗീകരണമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ രണ്ട് വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് സന്ധി ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പഠിച്ചു. അതിലെ വർണ്ണത്തിന്റെ സ്ഥാനഭേദം അനുസരിച്ചിട്ടും സ്വരവ്യഞ്ജന ഭേദം അനുസരിച്ചിട്ടുമുള്ള സന്ധി വർഗീകരണമാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് സമയമായി പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോ നമ്മുടെ പരീക്ഷാ പേപ്പറുകളിലെ വിരളമായി മാത്രമാണ് അതിനെ മുൻപ് ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളത്. പക്ഷെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ക്ലാസ്സിൽ ഉൾപ്പെടുത്തി എന്ന് മാത്രം. അതുകൊണ്ടാണ് നമ്മൾ അത് വേഗത്തിൽ എടുത്തു പോയതും. ഇനി നമ്മൾ തുടങ്ങാൻ പോകുന്നതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. സന്ധിക്കുന്ന വർണ്ണത്തിനുണ്ടാകുന്ന മാറ്റത്തെ അടിസ്ഥാനമാക്കിയിട്ട് സന്ധികൾ എത്ര വിധത്തിലുണ്ട്?
4 വിധത്തിലുണ്ട്. വർണ്ണങ്ങൾ തമ്മിലുള്ള ചേർച്ചയാണ് സന്ധി എന്ന് പറഞ്ഞൂലേ. അപ്പൊ ആ സന്ധിക്കുന്ന വർണ്ണങ്ങൾ തമ്മിൽ 2 വർണ്ണങ്ങൾ സന്ധിക്കുന്നു. അതിൽ വർണ്ണത്തിനുണ്ടാകുന്ന മാറ്റത്തെ അടിസ്ഥാനമാക്കിയിട്ട് സന്ധികളെ എത്രയാക്കി തിരിക്കാം? 4 ആക്കി തിരിക്കാം. ഏതൊക്കെയാണവ? ലോപസന്ധി, ആഗമസന്ധി, ദ്വിത്വസന്ധി, ആദേശസന്ധി. ഇവ ഓരോന്നും ഉദാഹരണങ്ങളെ മുൻനിർത്തിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ ഈ ക്ലാസ് കാണുന്ന നിങ്ങൾ എല്ലാവരും തന്നെ നിർബന്ധമായിട്ടും ഉദാഹരണങ്ങൾ എഴുതിയെടുത്ത് മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾ എഴുതുന്നതോട് കൂടിയിട്ട് ഇതിന്റെ ഉള്ളിലുള്ള കോൺസെപ്റ്റ് എന്താണ്, ആശയം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ട്രിക്ക് എന്താണ് എന്നുള്ളത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകും. വളരെ ചുരുക്കം സമയം മാത്രമാണ് ഓരോ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും ഉള്ളത്. അപ്പൊ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ശരിയായിട്ടുള്ള ഉത്തരം നിങ്ങൾക്ക് ചൂസ് ചെയ്യണമെങ്കിൽ ഈ സന്ധി വിഭാഗങ്ങളുടെ ഉദാഹരണങ്ങളെല്ലാം തന്നെ നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഓരോ സന്ധി വിഭാഗത്തിനെയും മുൻനിർത്തി 10-ലധികം ഉദാഹരണങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. സന്ധിക്കുന്ന വർണ്ണത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് സന്ധികൾ പ്രധാനമായിട്ട് 4 വിധത്തിലുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അതിലൊന്നാണ് ലോപസന്ധി. ലോഭം, ലോപിക്കുന്നു, ഇല്ലാതാകുന്നു, അങ്ങനെയല്ലേ അർത്ഥം വരുന്നത്. അപ്പോൾ എന്താണ്? 2 വർണ്ണങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ അവയിലൊന്ന് ഇല്ലാതാകുന്നു എങ്കിൽ അല്ലെങ്കിൽ ലോപിക്കുന്നു എങ്കിൽ അതാണ് എന്ത്? ലോപസന്ധി. കൂടിച്ചേരുന്ന വർണ്ണങ്ങളിൽ ഒന്ന് ലോപിക്കുന്നതാണ് ലോപസന്ധി. കൊടുത്തു അധികം ഇല്ല, കൊടുത്തില്ല. കൊടുത്തു എന്നതിലെ ഉകാരം ലോപിക്കുന്നു. തണുപ്പ് അധികം ഇല്ല, തണുപ്പില്ല. തണുപ്പ്, പ്പ് സമൃദ്ധോകാരം ലോപിച്ചു പോകുന്നു. അല്ല അധികം എങ്കിൽ, അല്ല, അവിടെ ഒരു സ്വരമായിട്ട് ആ ഉണ്ട് അല്ലെ, അത് ലോപിച്ചു പോകുന്നു. അല്ലെങ്കിൽ എന്നാകുന്നു. പോകുന്നു അധികം ഇല്ല, ഉകാരം ലോപിക്കുന്നു, എന്തായി മാറുന്നു? പോകുന്നില്ല എന്നായി മാറുന്നു. കറുത്ത അധികം അമ്മ, കറുത്ത, അമ്മ. അപ്പൊ ഇവിടെ എന്താണ്? 2 സ്വരങ്ങൾ ഒരുമിച്ച് വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതിലൊരു സ്വരം ലോപിച്ചു പോകുന്നു, കറുത്തമ്മ എന്നാകുന്നു. തണുപ്പ് അധികം ഉണ്ട്, തണുപ്പ്, പ്പ് എന്താണ്? സമൃദ്ധോകാരം വരുന്നുണ്ട് അല്ലെ, സമൃദ്ധോകാരം ലോപിക്കുന്നു. തണുപ്പുണ്ട് എന്നാകുന്നു. അറിവ് അധികം ഇല്ല, സമൃദ്ധോകാരത്തിന് എന്ത് വരുന്നു? ലോപം വരുന്നു. പദം എന്തായിട്ട് മാറുന്നു? അറിവില്ല എന്നതായി മാറുന്നു. കുറച്ച് ഉദാഹരണങ്ങൾ കൂടി നോക്കാം. ഒരു അധികം ഇടി, ഒരു ഉകാരമുണ്ട് അല്ലെ, ആ ഉകാരം ലോപിച്ചു പോകുന്നു. പദം എന്താകുന്നു? ഒരിടി എന്നാകുന്നു. അല്ല അധികം എന്ന്, അല്ല, ഒരു അകാരമുണ്ട് അല്ലെ, അത് ലോപിക്കുന്നു. അല്ലെന്ന് എന്നായി മാറുന്നു. ആയി അധികം എന്ന്, ആ എന്ന്, ആയി, അവിടെ ഈ എന്ന സ്വരം വരുന്നുണ്ട് അല്ലെ, അപ്പൊ ആ വർണ്ണം ലോപിച്ചു പോകുന്നു. വരാതെ അധികം ഇരുന്നു, വരാതെ ഇരുന്നു. അപ്പൊ തേ ഒരു എകാരം വരുന്നുണ്ട് അല്ലെ, അത് ലോപിക്കുന്നു. ഒരു അധികം ഒറ്റ, ഒരൊറ്റ, ഒരു ഉകാരം ലോപിക്കുന്നു. ഇരുമ്പ് അധികം അഴി, ഇരുമ്പഴി, എന്താണ്? സമൃദ്ധോകാരം ലോപിക്കുന്നു. അടിക്ക് അധികം അടി, അടിക്കടി, സമൃദ്ധോകാരത്തിന് ലോപം സംഭവിക്കുന്നു. ഇരുമ്പ് അധികം ഉലക്ക, ഇരുമ്പുലക്ക, ഇരുമ്പ്, സമൃദ്ധോകാരം വരുന്നുണ്ട് അല്ലെ, നമ്മുടെ ചന്ദ്രക്കലയാണ് കേട്ടോ സമൃദ്ധോകാരം എന്ന് പറയുന്നത്. അപ്പൊ സമൃദ്ധോകാരം ലോപിച്ചു പോകുന്നു. അപ്പൊ കേരള പാണ്ഡ്യത്തിൽ ഇതിന് ഓരോന്നിനും ഓരോ വരുന്ന മാറ്റത്തിനും കാരിക തിരിച്ച് അദ്ദേഹം വർണ്ണിക്കുന്നുണ്ട് അല്ലെങ്കിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ സമൃദ്ധോകാര ലോപം വരുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. സ്വരത്തിന് മുമ്പ് ലോപിക്കും സമൃദ്ധം വ്യർത്ഥമാകയാൽ അതിനെ സ്വരമായിട്ട് വകവെക്കേണ്ട സന്ധിയിൽ. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും തന്നെ പഠിക്കാനില്ല, പ്രായോഗിക വ്യാകരണം എന്നാണ് നമ്മുടെ സിലബസിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിശദീകരണങ്ങളിലേക്കൊന്നും നമ്മൾ പോകാത്തത്. അപ്പൊ ഇരുമ്പ്, അടിക്ക്, അപ്പൊ അതിലൊക്കെ സമൃദ്ധോകാരം ലോപിച്ചു പോകുന്നു. ഇളയ അധികം അമ്മ, ഇളയമ്മ. ഇവിടെ എവിടെയാണ് ലോപം വന്നിരിക്കുന്നത്? ഇവിടുത്തെ അകാരം, ഒരു സ്വരം ലോപിക്കുന്നു അല്ലെ, ആദ്യത്തേതായാലും അവസാനത്തേതായാലും ഒരു സ്വരം ലോപിച്ചു പോകുന്നു. ഈശ്വര അധികം ഇച്ഛ, ഈശ്വരേച്ഛ ആയി മാറുന്നു അല്ലെ. അപ്പൊ ഇത്തരത്തിലെ 2 വർണ്ണങ്ങൾ സന്ധിക്കുമ്പോൾ അതിലെ ഒരു വർണ്ണം ലോപിച്ചു പോകുന്നു എങ്കിൽ അതിനെ എന്ത് വിളിക്കുന്നു? ലോപസന്ധി എന്ന് വിളിക്കുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഇരുമ്പുലയ്ക്ക എന്നുള്ള ഒരു പദം തന്നിട്ട് സന്ധി ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇരുമ്പുലയ്ക്ക എന്ന പദത്തിനെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് വിഗ്രഹിക്കുക, 2 പദമാക്കി മാറ്റുക. ഇരുമ്പ് അധികം ഉലയ്ക്ക എന്ന് കിട്ടും. അപ്പൊ അത് എഴുതി നോക്കുക. അപ്പൊ എഴുതി നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും?
മനസ്സിലാകും? ഇരുമ്പ്. ഇവിടെ ഒരു സമൃദ്ധോകാരമുണ്ട്. സന്ധി രൂപം വരുമ്പോൾ സമൃദ്ധോകാരം വരുന്നില്ല. അപ്പൊ അവിടെ ഒരു വർണ്ണം ഇല്ലാതാകുന്നുണ്ട്. ഇല്ലാതാകുന്നത് ഏത് സന്ധിയാണ്? ലോപസന്ധിയാണ്. അപ്പൊ ഇത്തരത്തിൽ ചിന്തിച്ചിട്ട് വേണം നമ്മൾ എന്ത് കണ്ടെത്താൻ? ശരിയായിട്ടുള്ള ഉത്തരം പരീക്ഷാ സമയത്ത് കണ്ടെത്തുവാനായിട്ട്. അപ്പൊ എന്താണ് ലോപസന്ധി എന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? അടുത്തത് ആഗമസന്ധിയാണ്. ആഗമനം എന്താണ്? ആഗമം എന്ന് വെച്ചാൽ എന്താണ്? കടന്നു വരിക അല്ലെങ്കിൽ കൂടുതലായിട്ട് വരുന്നതിനെ ആഗമം എന്ന് നമുക്ക് പറയാം. അപ്പൊ രണ്ട് വർണ്ണങ്ങൾ സന്ധിക്കുമ്പോൾ അതിനിടയിൽ മൂന്നാമതൊരു വർണ്ണം ആഗമിക്കുന്നതാണ് ആഗമസന്ധി. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം കൂടുതലായി ആഗമിക്കുന്നു, മൂന്നാമതായി ഒരു വർണ്ണം കടന്നു വരുന്നു. അത്തരത്തിലുള്ള സന്ധി രൂപത്തെ നമുക്ക് എന്ത് വിളിക്കാം? ആഗമസന്ധി എന്ന് വിളിക്കാം. തിരു അധികം അനന്തപുരം, തിരുവനന്തപുരം വകാരം ആഗമിക്കുന്നു. അപ്പൊ ഈ തിരുവനന്തപുരം, തിരുവോണം, തിരുവാഭരണം തുടങ്ങിയ ഉദാഹരണങ്ങൾ എല്ലാവരും സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിക്കുന്നതാണ്. അപ്പൊ തിരു അധികം അനന്തപുരം തിരുവനന്തപുരമാകുന്നു, വകാരം ആഗമിക്കുന്നു. പന അധികം ഓല പനയോല യകാരം ആഗമിക്കുന്നു. മഴു അധികം ഇല്ല മഴുവില്ല വകാരം ആഗമിക്കുന്നു. പന അധികം ഓല പനയോല നമ്മൾ ഒരിക്കൽ പറഞ്ഞതാണ്. ആകാശം അധികം ഇങ്ങനെ ആകാശം ഇങ്ങനെ എന്താണ്? മകാരം ആഗമിക്കുന്നു. വഴി അധികം അമ്പലം വഴിയമ്പലം യകാരം ആഗമിക്കുന്നു. ആഗമസന്ധിക്ക് നമുക്ക് ചില ഉദാഹരണങ്ങൾ കൂടി നോക്കാം. ആഗമസന്ധി എന്താണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. രണ്ട് വർണ്ണങ്ങൾ കൂടി ചേരുമ്പോൾ മൂന്നാമതൊരു വർണ്ണം ആഗമിക്കുകയാണ് എങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ആഗമസന്ധി എന്ന് വിളിക്കാം. ഉദാഹരണം നോക്കൂ. അമ്മ അധികം ഉടേ അമ്മയുടെ. ഇവിടെ ഈ എന്നുള്ളത് ആഗമിച്ചു വരുന്നു അല്ലെ. കുട്ടി അധികം ഓട് കുട്ടിയോട് യകാരം ആഗമിക്കുന്നുണ്ട്. ചന്ത അധികം ഇൽ ചന്തയിൽ യകാരം ആഗമിക്കുന്നു. മണി അധികം അറ മണിയറ യകാരം വരുന്നു. പലക പ്ലസ് ഇൽ പലക അല്ലെങ്കിൽ അധികം ഇൽ എന്താണ്? പലകയിൽ. തല അധികം ക്ക് തലയ്ക്ക് യകാരം ഈ എന്നത് ആഗമിക്കുന്നു. കര അധികം ഉള്ള കരയുള്ള. പൂ അധികം അമ്പ് പൂവമ്പ് വകാരം വരുന്നു. ഉട അധികം ആട ഉടയാട യകാരം വരുന്നു. എത്ര അധികം എത്ര എത്ര എത്ര. സൂര്യകാന്തി അധികം എന്ന് സൂര്യകാന്തി എന്ന്. മഴു അധികം ഇല്ല മഴുവില്ല. ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? ആഗമസന്ധിക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. തിരു അധികം ഓണം തിരുവോണം വകാരം വരുന്നു അല്ലെ. തിരു അധികം ആഭരണം തിരുവാഭരണം വകാരം ആഗമിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ മൂന്നാമതൊരു വർണ്ണം ആഗമിക്കുകയാണ് എങ്കിൽ അതിനെ എന്ത് വിളിക്കാം? ആഗമസന്ധി എന്ന് വിളിക്കാം. ദ്വിത്വസന്ധി. ദ്വി എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് എന്നുള്ളൊരു അർത്ഥമുണ്ട് അല്ലെ. അപ്പൊ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുകയാണ് എങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ദ്വിത്വസന്ധി എന്ന് വിളിക്കാം. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉത്തരപദാദിയിലെ വ്യഞ്ജനം ഇരട്ടിക്കുന്നതിനെയാണ് ദ്വിത്വസന്ധി എന്ന് പറയുന്നത്. ഒരു പദത്തെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്താൽ ആദ്യത്തെ പദം പൂർവപദമെന്നും രണ്ടാമത്തെ പദം ഉത്തരപദമെന്നും പറയും. ഉദാഹരണമായിട്ട് താമരക്കുളം എന്ന പദത്തെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക, രണ്ടാക്കി വിഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കുക. അത്തരത്തില് വിഗ്രഹിക്കുമ്പോൾ താമര എന്ന പദമാണ് പൂർവപദം, കുളം എന്ന പദമാണ് ഉത്തരപദം. അപ്പൊ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഉത്തരപദാദിയിലെ അതായത് രണ്ടാമത്തെ പദത്തിന്റെ ആദ്യത്തെ വ്യഞ്ജനം ഇരട്ടിക്കുന്നു. താമര അധികം കുളം. ഇതിൽ ഉത്തരപദം ഏതാണ്? കുളമാണ്. ഉത്തരപദത്തിന്റെ ആദ്യത്തെ വാക്ക് ഏതാണ്? കൂ ആണ്. കൂവിനെ ഇരട്ടിപ്പ് വരുന്നു. താമര കുളമായി മാറുന്നു. കകാരം ഇരട്ടിച്ച കകാരമായി മാറുന്നു. നീല അധികം തഴ നീലത്തഴ. പരിധിയിൽ പെടുന്നു. പരിധി അധികം ഇല്ലാണ് പരിധിയിൽ എന്നാകുന്നത്, അതുകൂടി നമ്മൾ ഓർക്കണം. അപ്പൊ പരിധിയിൽ അധികം പെടുന്നു പരിധിയിൽ പെടുന്നു പകാരം ഇരട്ടിക്കുന്നു. വഴിയിൽ അധികം കൂടി വഴിയിൽ കൂടി കകാരം ഇരട്ടിക്കുന്നു. ചവിട്ടി അധികം കൊന്നു. കകാരത്തിന് ഇരട്ടിപ്പ് വരുന്നു അല്ലെ. ഉത്തരപദത്തിന്റെ ആദ്യത്തെ വ്യഞ്ജനത്തിന് ഇരട്ടിപ്പ് വരുന്നു. ചവിട്ടിക്കൊന്നു. കരിമ്പന പട്ട.
കരിമ്പന അധികം പട്ട, കരിമ്പനം പട്ട. പകാരം ഇരട്ടിക്കുന്നു. അപ്പൊ ഈ കരിമ്പന അതുപോലെ തന്നെ പരിധിയിൽ പെടുന്നു. അതുപോലെ വേറെ ഒരു പദം കൂടി ഉണ്ട്, നമുക്ക് അടുത്ത് നോക്കാം. ഈ പദങ്ങളൊക്കെ സാധാരണയായിട്ട് പരീക്ഷ പേപ്പറുകളിൽ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ കരിമ്പന എന്നൊക്കെ തരുമ്പോൾ നമ്മൾ ഒന്ന് ആലോചിക്കും, കരിമ്പനയിലാണോ ദിത്തം വരിക, അതുപോലെ പായിലാണോ ഇരട്ടിപ്പ് വരിക, ഇനി ബ എന്നുള്ളതാണോ മാറുന്നത്? അപ്പൊ അത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. കരിമ്പന പട്ട എന്നതിലെ സന്ധി എവിടെയാണ് വന്നിരിക്കുന്നത്? പട്ട എന്നതിലാണ് വന്നിരിക്കുന്നത്. ഏത് സന്ധിയാണ് വരുന്നത്? ദിത്വസന്ധിയാണ് വരുന്നത്. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ കൂടി നോക്കിയാലോ. കിളി അധികം കൂട്, കിളിക്കൂട്. കകാരം ഇരട്ടിക്കുന്നു. വാഴ അധികം തോപ്പ്, വാഴത്തോപ്പ്. ഥകാരം ഇരട്ടിക്കുന്നു. അമ്മിഞ്ഞ അധികം പാൽ, അമ്മിഞ്ഞ പാൽ. പകാരത്തിന് ഇരട്ടിപ്പ് വരുന്നു. അമ്മിഞ്ഞ പാൽ എന്നുള്ള വാക്ക് ശ്രദ്ധിക്കണേ, ഒരു വട്ടം ചോദിച്ചു കണ്ടിട്ടുണ്ട്. ശീല അധികം കുട, ശീലക്കുട. കകാരത്തിന് ഇരട്ടിപ്പ് വരുന്നു. ചിത്തിര അധികം തോണി, ചിത്തിരത്തോണി. ഥകാരം ഇരട്ടിക്കുന്നു. നീല അധികം കണ്ണ്, നീലക്കണ്ണ്. കകാരത്തിന് എന്ത് സംഭവിക്കുന്നു? ഇരട്ടിപ്പ് സംഭവിക്കുന്നു. പാവ അധികം കുട്ടി, പാവക്കുട്ടി. കകാരം ഇരട്ടിക്കുന്നു. പാടി അധികം പുറപ്പെട്ടു, ക്ഷമിക്കണം, ചാടി അധികം പുറപ്പെട്ടു, ചാടി പുറപ്പെട്ടു. പകാരത്തിന് ഇരട്ടിപ്പ് വരുന്നു. കൂടെ അധികം ചെന്നു, കൂടെ ചെന്നു. ചകാരം ഇരട്ടിച്ചു വരുന്നു. കാട്ടിലെ അധികം കല്ല്, കാട്ടിലെ കല്ല്. ഖകാരത്തിന് ഇരട്ടിപ്പ് വരുന്നു. അപ്പൊ എന്താണ് ദിത്വസന്ധി എന്ന് പറഞ്ഞത്? രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നു. ആ ഒരു വർണ്ണം എവിടെയാണ് ഇരട്ടിക്കുക? രണ്ട് പദങ്ങളുണ്ട്, അതിലെ ഉത്തരപദത്തിലെ ആദിയിൽ, അതായത് രണ്ടാമത്തെ പദത്തിന്റെ ആദിയിലാണ് ഇരട്ടിപ്പ് സംഭവിക്കുന്നത് എങ്കിൽ ആ സന്ധി രൂപം എന്തിന് ഉദാഹരണമാണ്? ദിത്വസന്ധിക്ക് ഉദാഹരണമാണ്. കടൽ അധികം തീരം, കടൽ തീരം. എന്ത്? തകാരം ഇരട്ടിക്കുന്നു. പിന്നെയോ പിന്നെ പിന്നെ, പിന്നെ പിന്നെ. പകാരമാണ് ഇരട്ടിക്കുന്നത്. പിന്നെ പിന്നെ എന്ന് കൂട്ടിച്ചേർത്ത് എഴുതുമ്പോൾ പകാരം, രണ്ടാമത് എഴുതുന്ന പകാരം ഇരട്ടിച്ചെഴുതുന്നു. ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? ദിത്വസന്ധിക്ക് ഉദാഹരണമാണ്. രണ്ട് വർണ്ണങ്ങൾ തമ്മിലുള്ള ചേർച്ചയാണ് നമ്മൾ സന്ധി എന്ന് വിളിക്കുന്നത്. അപ്പോൾ രണ്ട് വർണ്ണങ്ങൾ കൂടി ചേരുന്ന സമയത്ത് വർണ്ണങ്ങൾക്കുണ്ടാകുന്ന മാറ്റത്തെ അടിസ്ഥാനമാക്കി നാലാക്കി തിരിക്കാം എന്ന് നമ്മൾ പഠിച്ചു. അതിൽ ലോപസന്ധിയും ആഗമസന്ധിയും ദിത്വസന്ധിയും എന്താണ് എന്ന് ഉദാഹരണ സഹിതം നമ്മൾ വ്യക്തമാക്കി കഴിഞ്ഞു, നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഏറ്റവും അവസാനത്തതും നമ്മളെ കുറച്ചൊന്ന് കൺഫ്യൂഷൻ അടിപ്പിക്കുന്നതും എന്നാൽ മനസ്സിലാക്കിയാൽ ഏറ്റവും എളുപ്പമുള്ളതുമായിട്ടുള്ള സന്ധി വിഭാഗമാണ് ആദേശസന്ധി. ഏറ്റവും അവസാനത്തെ സന്ധി വിഭാഗം ഏതാണ്? ആദേശസന്ധി. നോക്കൂ, രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം മാറി തൽസ്ഥാനത്ത് മറ്റൊരു വർണ്ണം വന്നു ചേരുന്നതാണ് ആദേശസന്ധി. രണ്ട് വർണ്ണങ്ങൾ കൂടി ചേരുന്നു, അതിലെ ഒരു വർണ്ണം മാറുന്നു, ദാറ്റ് മീൻസ് ഇല്ലാതാകുന്നു, ലോപിക്കുന്നു. അപ്പൊ അവിടെ ലോപം നടക്കുന്നുണ്ടോ? ഉണ്ട്. തൽസ്ഥാനത്ത്, അതേ സ്ഥാനത്ത് മറ്റൊരു വർണ്ണം വന്നു ചേരുന്നു. ഒരു വർണ്ണം പോയ സ്ഥാനത്ത് വേറൊരു വർണ്ണം വരികയാണ്, ആഗമിക്കുകയാണ് അല്ലെ. അപ്പൊ ലോപവും ആഗമവും ഒരുമിച്ച് സംഭവിക്കുന്ന സന്ധി രൂപത്തെ നമുക്ക് എന്ത് വിളിക്കാം? ആദേശസന്ധി എന്ന് വിളിക്കാം. ലോപവും ആഗമനവും ഒരു സന്ധിയിൽ നടക്കുകയാണ് എങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ആദേശസന്ധി എന്ന് വിളിക്കാം. ഉദാഹരണങ്ങൾ നോക്കൂ. വേൾ അധികം തു, വേട്ടു. വേൾ അധികം തു, വേട്ടു. അപ്പൊ ഇങ്ങനെ വേൾ തു, ടു ആകും. വേൾ പ്ലസ് തു, ടു എങ്ങനെ ആകുന്നു എന്നതിന് വ്യാകരണത്തിൽ ധാരാളം നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്നും നമ്മൾ അധികം അതിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലേണ്ട കാര്യമില്ല. ഈ ഉദാഹരണങ്ങൾ ഒന്ന് മനസ്സിലാക്കി പഠിച്ചു വെച്ചാൽ മതി. കൺ അധികം നീർ, കണ്ണീർ. അപ്പൊ ഇത് വളരെയധികം ശ്രദ്ധിക്കണം. ഈ ഒരു ഉദാഹരണം ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. കൺ അധികം നീർ. ഇവിടെ നഗാരം ലോപിക്കുന്നു. ഒരു നഗാരം എന്താണ്? അധികമായിട്ട് ആഗമിക്കുന്നു. അപ്പൊ നഗാരം ഇരട്ടിക്കുന്നു. കൺ അധികം നീർ, കണ്ണീർ. വ്രതം അധികം അനുഷ്ഠിച്ച്, വ്രതം അധികം അനുഷ്ഠിച്ച്, വ്രതം അനുഷ്ഠിച്ച്. ഇവിടെ മകാരം ആഗമിക്കുന്നു, അകാരം പോകുന്നു. തൻ അധികം ഇല്ലം, തന്നില്ലം. ഇകാരം ഉണ്ടല്ലേ, നകാരം എന്ത് ചെയ്യുന്നു? ഇരട്ടിക്കുന്നു. ഒരു ന അധികമായിട്ട് വരുന്നു, ഇകാരം പോകുന്നു, തന്നില്ലം എന്നാകുന്നു. കേൾ അധികം തു, അഥവാ കേട് അധികം തു എന്തായി മാറുന്നു? കേട്ടു എന്നായി മാറുന്നു.
ഉൾ അധികം മ ഉന്മ എന്നായി മാറുന്നു. ഇതൊക്കെ ആദേശസന്ധിയുടെ ഉദാഹരണങ്ങളാണ്. ഇപ്പൊ ഈ വേട്ടു, കണ്ണീർ, അതുപോലെ തന്നെ ഉന്മ, ഇത്തരത്തിലുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് എന്ത് സന്ധിയാണ്, ആദേശസന്ധിയാണ് എന്ന്. മറ്റൊരു ഉദാഹരണം നോക്കാം. വരും അധികം കാലം, വരും. അപ്പൊ അതിലെ വരും എന്നതിലെ പൂജ്യം അല്ലെങ്കിൽ അനുസ്വാരം ലോപിച്ചു പോകുന്നു. എന്നിട്ട് അവിടെ എന്ത് ആഗമിക്കുന്നു, ങ് എന്നുള്ളൊരു വർണ്ണം ആഗമിക്കുന്നു. ങ് അധികം കായാണ് ഘായാകുന്നത്. വരുങ് അധികം കാലം വരുംകാലമായി മാറുന്നു. പോകും അധികം തോറും പോകും തോറും. അപ്പൊ പോകും എന്നതിൽ അനുസ്വാരം ലോപിക്കുകയും ന് എന്നുള്ളൊരു വർണ്ണം അവിടെ ആഗമിക്കുകയും ന് അധികം ത ചേരുമ്പോൾ ദായായി മാറുകയും ചെയ്യുന്നു. പോകും തോറും. വരും അധികം ഏൻ. എന്താണ് പറയുന്നത്, വരും അധികം ഏൻ. എന്താണ്, വരുവേൻ. അപ്പൊ വരും പോരും എന്നതിലൊക്കെ എന്ത്, അനുസ്വാരം ലോപിച്ചു പോവുകയും അതോട് കൂടിയിട്ട് ഒരു സ്വരം ചേരുമ്പോൾ വകാരം അല്ലെങ്കിൽ മകാരം ആഗമിക്കുകയും ചെയ്യുന്നു. തരും അധികം ആൻ, തരുവാൻ. വരും അധികം ഇൻ, വരുവിൻ. നിൻ അധികം കൽ, അത് എന്തായി മാറുന്നു, എൻ എന്നുള്ളത് പോകുന്നു, ങ് എന്നുള്ളത് ആഗമിക്കുന്നു. അതിനോട് കൂടി ങ് അധികം കാ ചേരുമ്പോൾ എന്തുമായി മാറുന്നു, ങായായി മാറുന്നു. അപ്പൊ എന്താകുന്നു, നിങ്ങളായി മാറുന്നു. താൻ അധികം കൽ, താങ്കൾ. വിൻ അധികം തലം, വിണ്ടലം. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ വിണ്ടലം, നെൽമണി, കണ്ണീർ എന്നിവയൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. വിൻ അധികം തലമാണ് എന്തായി മാറുന്നത്, വിണ്ടലമായിട്ട് മാറുന്നത്. വിൻ അധികം തലം, രണ്ട് വർണ്ണങ്ങൾ കൂടി ചേരുമ്പോൾ അടുത്തടുത്ത് വരുന്ന സമയത്ത് അവിടെ സവർണനം ഉണ്ടാകുന്നുണ്ട്. നമ്മൾ അത്തരം ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. വിൻ അധികം തലം എന്തായി മാറുന്നു, വിണ്ടലം. അത് ഏതിന് ഉദാഹരണമാണ്, ആദേശസന്ധിക്ക് ഉദാഹരണമാണ്. കൽ അധികം മതിൽ, കൺമതിൽ. എന്തിനു ഉദാഹരണമായിട്ട് പറയാം, ആദേശസന്ധിക്ക് ഉദാഹരണമായിട്ട് പറയാം. അപ്പോൾ സന്ധിയിലെ ഒരേ സമയം ലോപവും ആഗമവും നടക്കുകയാണ് എങ്കിൽ ആ സന്ധിയെ ആദേശസന്ധി എന്ന് പറയുന്നു. അപ്പൊ പ്രധാനമായിട്ടുള്ള എല്ലാ സന്ധി രൂപങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി മുൻകാല ചോദ്യപേപ്പറുകളിലെ ചോദ്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യുമ്പോൾ സന്ധി എന്താണ് എന്നതിനെ പറ്റി നമുക്കൊരു ക്ലിയർ ഐഡിയ ലഭിക്കും. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോയാലോ. ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് മുൻകാല ചോദ്യപേപ്പറുകളിലെ ഒരു ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. എന്തായിരുന്നു ചോദ്യം, കണ്ണീർ സന്ധി ഏത് എന്നുള്ളതായിരുന്നു. അതായത് കണ്ണീർ എന്ന പദത്തിലെ സന്ധി ഏതാണ്. തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചതാണ്. ഇപ്പൊ എല്ലാവർക്കും ഇതിന്റെ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ഏതാണ് സന്ധി രൂപം, കണ്ണീർ എന്നുള്ളത് ഒരു ലോഭവും ഒരു ആഗമനവും ഒരുമിച്ച് സംഭവിക്കുകയാണെങ്കിൽ അത് ഏത് സന്ധി രൂപത്തിന് ഉദാഹരണമാണ്, ആദേശസന്ധിക്ക് ഉദാഹരണമാണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. മുൻകാല ചോദ്യപേപ്പറുകളിലെ ഏതാനും ചോദ്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ ചോദ്യം കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക, വീഡിയോ പോസ് ചെയ്യുക, ഒന്ന് ആലോചിച്ച് നോക്കുക, പദം ആദ്യം വിഗ്രഹിച്ച് നോക്കുക. എന്നിട്ട് എന്ത് സന്ധി മാറ്റമാണ്, വർണ്ണങ്ങൾക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് എന്ന് നോക്കിയതിന് ശേഷം സന്ധി ഏതാണ് എന്ന് കണ്ടെത്തുക. അപ്പൊ ചോദ്യം ഇതാണ്, പാവക്കുട്ടി. പാവക്കുട്ടി എന്ന പദത്തിലെ സന്ധി ഏതാണ്. ഓപ്ഷൻ എ ദിത്വസന്ധി, ഓപ്ഷൻ ബി ആദേശസന്ധി, ഓപ്ഷൻ സി ലോപസന്ധി, ഓപ്ഷൻ ഡി ആഗമസന്ധി. ആലോചിച്ചോളൂ, വേഗം ആലോചിച്ചോളൂ. നമ്മൾ ക്ലാസ്സിന്റെ തുടക്കത്തിലെ ആദ്യത്തെ ക്ലാസ്സുകൾ ആദ്യത്തെ മൊഡ്യൂളിൽ അവതരണം, ഗദ്യം, പദ്യം ഒക്കെ പഠിച്ചു അല്ലേ. അതായത് ഒരു ഗദ്യഭാഗവോ ഒരു പദ്യഭാഗവോ തന്നിട്ട് അതിൽ നിന്ന് 5 ചോദ്യങ്ങൾ വരുന്നു. ഈ 5 ചോദ്യങ്ങളിൽ അടക്കം സന്ധി ഏത് എന്നുള്ളത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് സന്ധി എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വ്യാകരണത്തിൽ നിന്ന് നേരിട്ടുള്ള ചോദ്യങ്ങളും വരും. അവതരണം, ഗദ്യം, പദ്യം എന്നീ വിഭാഗങ്ങളിലുള്ള ചോദ്യങ്ങളിലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടാറുണ്ട്. അപ്പൊ പാവക്കുട്ടി എന്നതിലെ സന്ധി ഏതാണ്, പാവ അധികം കുട്ടി, പാവക്കുട്ടി. ഇപ്പൊ എല്ലാവർക്കും ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ഏതാ ഉത്തരം, ഏത് ഓപ്ഷൻ ആണ് ശരിയായത്, പാവ അധികം കുട്ടി, പാവക്കുട്ടി. കകാരത്തിന് ഇരട്ടിപ്പ് വരുന്നു. അപ്പൊ ഇരട്ടിപ്പ് വരുന്നത് ഏത് സന്ധിയാണ്, ദ്വിത്വസന്ധിയാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം നോക്കൂ, ഇവിടം സന്ധി ഏത്, ഇവിടം. ഓപ്ഷൻ എ ലോപസന്ധി, ഓപ്ഷൻ ബി ആദേശസന്ധി, ഓപ്ഷൻ സി ദ്വിത്വസന്ധി, ഓപ്ഷൻ ഡി ആഗമസന്ധി. ഇവിടം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടം. ഇവിടം എന്ന പദത്തിനെ എങ്ങനെ നമുക്ക് വിഗ്രഹിക്കാം, ഈ അധികം ഇടം, ഇവിടം. അപ്പൊ അവിടെ വകാരം ആഗമിച്ചു വരുന്നു. ഒരു കാര്യം, ഒരു വർണ്ണം ആഗമിക്കുന്നത് ഏത് സന്ധിക്ക് ഉദാഹരണമാണ്, ആഗമസന്ധിക്ക് ഉദാഹരണമാണ്.
അപ്പൊ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം നോക്കൂ. ഇരുമ്പുലയ്ക്ക. ഇരുമ്പുലയ്ക്ക നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ഇരുമ്പ് അധികം ഉലക്കയാണ് ഇരുമ്പുലക്കയാകുന്നത്. ഏത് സന്ധിയാണ്? ലോഭസന്ധിയാണോ, ആഗമസന്ധിയാണോ, ദിത്വസന്ധിയാണോ, അല്ല ആദേശസന്ധിയാണോ? ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? നമ്മൾ ഡിസ്കസ് ചെയ്തത് തന്നെയാണ് അല്ലെ. ഇരുമ്പ് അധികം ഉലക്ക, ഇരുമ്പുലയ്ക്ക. ഇരുമ്പ് സമൃദ്ധോകാരം ലോപിക്കുന്നു. അപ്പൊ അത് ഏത് സന്ധിയാണ്? ഓപ്ഷൻ എ ലോഭസന്ധിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം എല്ലാവരും ഒരു സെക്കൻഡ് എടുത്തിട്ട് ഒന്ന് വായിച്ചു നോക്കിയേ, എന്നിട്ട് ഉത്തരം ഏതാണെന്നൊന്ന് പറഞ്ഞേ. വരാതിരുന്നു സന്ധി ഏത്? ഓപ്ഷൻ എ ലോഭസന്ധി, ഓപ്ഷൻ ബി ആദേശസന്ധി, ഓപ്ഷൻ സി ദിത്വസന്ധി, ഓപ്ഷൻ ഡി ആഗമസന്ധി. ഏത് സന്ധിയാണ് വരാതിരുന്നു എന്ന പദത്തിൽ വരുന്നത്? വരാതെ അധികം ഇരുന്നു, വരാതിരുന്നു, വരാതെ എകാരം ലോപിച്ചു പോകുന്നു, വരാതിരുന്നു എന്നായി മാറുന്നു. അപ്പൊ ഏതാണ്? ഓപ്ഷൻ എ ലോഭസന്ധിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തൊരു ചോദ്യം നോക്കാം. കേരള വാണ്യത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു ഉദാഹരണം തന്നെ ചോദിച്ചിരിക്കുകയാണ്. അരികമരേശ്വര. അരികമരേശ്വര സന്ധി ഏത്? ഓപ്ഷൻ എ ലോഭസന്ധി, ഓപ്ഷൻ ബി ആഗമസന്ധി, ഓപ്ഷൻ സി ദിത്വസന്ധി, ഓപ്ഷൻ ഡി ആദേശസന്ധി. ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ നിങ്ങൾക്ക്, എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അരികമരേശ്വര ഓപ്ഷൻ എ ലോഭസന്ധിക്ക് ഉദാഹരണമാണ്. അരിക അധികം അമരേശ്വര അകാരം ലോപിക്കുന്നു, അരികമരേശ്വര എന്നായി മാറുന്നു, ലോഭസന്ധിയാണ്. അടുത്തതൊരു സിമ്പിൾ ചോദ്യമാണ്, മത്സര പരീക്ഷകൾക്ക് സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്നതാണ്. സാധാരണയായിട്ട് PSC എക്സാമുകളിലൊക്കെ ഈ ചോദ്യം കൂടുതലായിട്ട്, ഈ പദം കൂടുതലായിട്ട് ചോദിച്ചു കാണുന്നുണ്ട്. കാറ്റടിക്കുന്നു സന്ധി ഏത്? കാറ്റടിക്കുന്നു. ഓപ്ഷൻ എ ലോഭസന്ധി, ഓപ്ഷൻ ബി ആദേശസന്ധി, ഓപ്ഷൻ സി ദിത്വസന്ധി, ഓപ്ഷൻ ഡി ആഗമസന്ധി. കാറ്റടിക്കുന്നു, കാറ്റ് അധികം അടിക്കുന്നു. കാറ്റടിക്കുന്നു എന്ന പദം വിഗ്രഹിച്ച് നോക്കിയാൽ എളുപ്പത്തിൽ നമുക്ക് ഉത്തരം കിട്ടുന്നു അല്ലെ. ഓപ്ഷൻ എ ലോഭസന്ധിയാണ്. കാറ്റ് സമൃദ്ധോകാരം ലോപിച്ചു പോകുന്നു. അപ്പൊ ഓപ്ഷൻ എ ലോഭസന്ധി. മറ്റൊരു ചോദ്യം നോക്കൂ, നമ്മളിത് പഠിച്ചത് തന്നെയാണ് ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. പനയോല സന്ധി ഏത്? പനയോല ഓപ്ഷൻ എ ദിത്വസന്ധി, ഓപ്ഷൻ ബി ആദേശസന്ധി, ഓപ്ഷൻ സി ലോഭസന്ധി, ഓപ്ഷൻ ഡി ആഗമസന്ധി. പനയോല. പന അധികം ഓല, പനയോല യകാരം ആഗമിക്കുന്നു. അപ്പൊ അത് ഏത് സന്ധിയാണ്? ഓപ്ഷൻ ഡി ആഗമസന്ധിയാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം നോക്കൂ. കടൽ തീരം സന്ധി ഏത്? ഓപ്ഷൻ എ ലോഭസന്ധി, ഓപ്ഷൻ ബി ആഗമസന്ധി, ഓപ്ഷൻ സി ദിത്വസന്ധി, ഓപ്ഷൻ ഡി ആദേശസന്ധി. കടൽ തീരം എന്ന പദത്തിലെ സന്ധി ഏതാണ്? കടൽ അധികം തീരം തകാരം ഇരട്ടിക്കുന്നു. അപ്പൊ ഇരട്ടിപ്പ് വരുന്നത് ഏത് സന്ധിയിലാണ്? ദിത്വസന്ധിയിലാണ് അല്ലെ. ഓപ്ഷൻ സി ദിത്വസന്ധി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം നോക്കൂ. കാലൊച്ച ഏത് സന്ധിയാണ്? കാലൊച്ച. എങ്ങനെ വിഗ്രഹിക്കാം കാലൊച്ച എന്നുള്ള പദത്തിന്? കാലധികം ഒച്ചയാണ് കാലൊച്ച, ഇൽ എന്നുള്ളത് ലോപിച്ചു പോകുന്നു. അപ്പൊ ഓപ്ഷൻ എ ലോഭസന്ധിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം നോക്കൂ. മഴുവില്ല ഏത് സന്ധിയാണ്? ഓപ്ഷൻ എ ലോഭസന്ധി, ഓപ്ഷൻ ബി ആഗമസന്ധി, ഓപ്ഷൻ സി ദിത്വസന്ധി, ഓപ്ഷൻ ഡി ആദേശസന്ധി. മഴുവില്ല. മഴു അധികം ഇല്ല വകാരം ആഗമിക്കുന്നു. ഓപ്ഷൻ ബി ആഗമസന്ധി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ജനങ്ങൾ ഏത് സന്ധിയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, നമ്മൾ പഠിച്ചൊരു ഉദാഹരണം തന്നെയാണ്. ഓപ്ഷൻ എ ലോഭസന്ധി, ഓപ്ഷൻ ബി ആഗമസന്ധി, ഓപ്ഷൻ സി ദിത്വസന്ധി, ഓപ്ഷൻ ഡി ആദേശസന്ധി. ജനങ്ങൾ ങ, ന്ത, ഘ തുടങ്ങിയൊക്കെ വാക്കുകൾ ഏത് സന്ധിയുമായിട്ടാണ് സാധാരണ ബന്ധപ്പെടാറുള്ളത്? ജനം പ്ലസ് കള്ളാണ് അല്ലെ ജനങ്ങൾ. അപ്പൊ ഏത് സന്ധിയാണ്? ജനങ്ങൾ ആദേശസന്ധിയാണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പൊ സന്ധിയുടെ വർഗീകരണം മുൻകാല ചോദ്യപേപ്പറുകളിലെ ചോദ്യങ്ങളിൽ ധാരാളം ചോദ്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തു. സന്ധി എന്നുള്ളൊരു വലിയ ടോപ്പിക്കും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. താങ്ക് യു ലേണേഴ്സ്.